രാത്രി 10:30 ഞാൻ നമ്മളെ അബ്ദുള്ള കുട്ടിൻ്റെ പ്രസംഗം ഇങ്ങനെ കേൾക്കുക. അപ്പോൾ അബ്ദുള്ള കുട്ടി പറയുന്നുണ്ട്, ഞങ്ങൾ വന്ദേ മാതരം മുഴുവൻ പാടി. ഞാനിവിടുത്തെ ദേശീയ മുസ്ലിമാണ്, ഞാനത് മുഴുവൻ പാടിങ്ങാണ്ട് ഞാൻ ഈ മണ്ണിൽ കടന്ന് മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിപ്പോൾ നമുക്കിപ്പോൾ അതിന് യാതൊരു കുഴപ്പമില്ല. അബ്ദുള്ള കുട്ടി എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ഒരു ചുക്കുമില്ല. ഇപ്പം യാസർ എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ആർക്കെങ്കിലും ആശങ്കപ്പെടണം. ഞാൻ എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കും, അതനുസരിച്ച് മുന്നോട്ട് പോകും. ഈ അബ്ദുള്ള കുട്ടിനോടൊക്കെ നമുക്ക് പറയാനുള്ളൊരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളെ രാജ്യത്ത് പല മതവിഭാഗങ്ങൾക്കും പല വിശ്വാസമാണ്. ആ നിലക്ക് ഇവിടെ ജീവിക്കാൻ എന്തുണ്ട്, ഭരണഘടന അനുമതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നമല്ലാത്ത ഒരുപാട് ദേശഭക്തി ഗാനങ്ങളുണ്ട്, ദേശീയ ഗാനമുണ്ട്, ജനഗണമന. ഇതൊന്നും ചൊല്ലണീന് ഇവിടെ ഒരു മതവിഭാഗങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോൾ ആരോടൊപ്പം പ്രശ്നം, മുസ്ലിം മതവിഭാഗം തുറന്നാണ് പറയാം. ഓൾക്ക് ദേശീയ ഗാനം പാടുന്നതിന് വലിയ പ്രശ്നമുണ്ടോ, സാര ജഹാൻ സച്ച പാടുന്നതിന് വേറെ പ്രശ്നമുണ്ടോ, ഒന്നുമില്ല. പക്ഷെ വന്ദേ മാതരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, വിശ്വാസപരമായ സംഗതികളുണ്ട്. അപ്പോൾ ആ നിലക്ക് തന്നെയാണ് അത് അവനാൻ്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് അത് പറഞ്ഞത്. അബ്ദുള്ള കുട്ടിക്ക് അതല്ല, അതിൻ്റെ വേറെ അപ്പുറത്തേക്ക് വേറൊരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ആരും ഒരു ചുക്കും ചെയ്യൂല. ഇവിടെ ഇപ്പോൾ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൂട്ടിക്കോളി. സൗകര്യമുള്ളവർക്ക് കേൾക്കാം, സൗകര്യമുള്ളവർക്ക് വിശ്വസിക്കാം. അതിവിടെ നല്ല, ലോകത്തെവിടെയാണെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. അതിപ്പോൾ ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും കുറിച്ച് ഒരു ഹൈന്ദവ പണ്ഡിതൻ ഇങ്ങനെ ക്ലാസ് എടുക്കൂട്ടിക്കോളി. അത് വേണമെങ്കിൽ പോയി കേൾക്കാം, അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കും ചെയ്യാം. ഇതേപോലെ തന്നെ ക്രിസ്ത്യൻ, ഇനിയിപ്പോൾ മതമല്ലാതെ ജീവിക്കണോ, ജീവിക്കാം. പക്ഷെ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് പറ്റൂല. ഞങ്ങൾ പറയുന്നിടത്തേക്ക് ഇങ്ങളെന്ന് വരണമെന്ന് പറയണത് ഒരു മതവിശ്വാസിനോടും അത് നമ്മൾ എന്ത് ചെയ്യരുത്, അത് പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന കാര്യം. പിന്നെ അപ്പോൾ അതിലുള്ള ആൾക്കാരെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ ഉദ്ദേശമാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ തൊഴിൽപരമായ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ പരീക്ഷാപരമായ പ്രശ്നങ്ങളുണ്ട്, നീറ്റും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഒരുപാട് വിഷയങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ എന്താ ഇവരിങ്ങനത്തെ കേസുകളുമായിട്ട് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, ഇതിലൂടെ അധികാരം നിലനിർത്തുക എന്നുള്ളതാണ് ഇത്തരക്കാരുടെ ഉദ്ദേശം. പക്ഷേ ഇത് നമ്മൾ പാടണം തന്നെ പറഞ്ഞങ്ങാണ്ട് അടിച്ചേൽപ്പിക്കുക. അപ്പോൾ എന്നെ ഭക്ഷണം കഴിക്കാൻ പാടും. ഒരാൾ പാമ്പിനെ തിന്നുന്നുണ്ടെന്ന് കൂട്ടിക്കോളി. അപ്പോൾ അയാളോട് നമുക്ക് പാമ്പിനെ തിന്നണ്ടെന്നോ വേറൊരു ഇത് സംഗതി തിന്നണ്ടെന്നോ, ഇവിടെ വിലക്കിയതാണെങ്കിലും ഒക്കെ അയാൾക്കെതിരെ കേസ് എടുക്കും. അപ്പോൾ ഏത് വസ്ത്രം ധരിക്കണമെന്നോ എന്ത് സംസാരിക്കണം എന്നൊക്കെ അതിര് കടന്നാൽ നിയമ നടപടി ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഈ കോടാലി കൈകളാണ്, മരംപെട്ടുകാരൻ്റെ കോടാലി കൈകൾ. അപ്പോൾ ആ നിലക്ക് മരംപെട്ടുകാരൻ്റെ കോടാലിക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് ഒരു വെട്ടുന്നത്, മരം. ആ മരത്തിൽ നിന്ന് നല്ലൊരു കമ്പായിരിക്കും ആ കോടാലിക്ക് കൈപ്പിടിയായിട്ടുണ്ടാകുക എന്ന് പറഞ്ഞ പോലൊരവസ്ഥ ഉണ്ട്. അപ്പോൾ ഏതായാലും അബ്ദുള്ള കുട്ടിനോട് പറയാനുള്ളത്, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. ആ വിശ്വാസം അനുസരിച്ച് ഇങ്ങക്ക് മുന്നോട്ട് പോകാം, എനിക്കും മുന്നോട്ട് പോകാം. അടിച്ചേൽപ്പിക്കുന്നത് അതൊരിക്കലും ശരിയല്ല, അതിനോട് ഒരിക്കലും അംഗീകരിക്കാനും പോകണില്ല. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്, ആ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകാം. ഇവിടെ ഭരണഘടന അനുമതി നൽകുന്നുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഇതിന് ചിലപ്പോൾ ഞാനും വന്നിട്ട് ഇത്തരം വിഷയങ്ങളൊന്നും സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണമില്ല. നമ്മൾ എൻ്റെ ആശയത്തെ ഞാൻ മാന്യമായി പറഞ്ഞു. നിങ്ങളെ ഞാൻ തെറി വിളിക്കാനുമില്ല, പിന്നെ അസഭ്യം പറയാനുമില്ല, ഒന്നിനുമില്ല. പക്ഷെ ആശയം കൊണ്ട് നമ്മൾ നിങ്ങളോട് ആ വിഷയത്തെ പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പിന്നെ മരിക്കാം, കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാം. വന്ദേ മാതരാണ് നിങ്ങൾക്ക് തോന്നുന്ന അത് ഇനിയൊന്നും മുണ്ടാതെ മരിക്കാം. ഈ മരണം എന്നൊക്കെ പറഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ മുണ്ടാൻ കഴിയുമോ? ഇപ്പം ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് തന്നെ അത്തരം വിശ്വാസങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ മരിക്കണം എന്ന് എൻ്റെ വിശ്വാസം അതാണ്. അതിനൊക്കെ നമുക്ക് സമയം കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ നിലക്കൊക്കെ ആകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും മുന്നോട്ട് പോകാം.
മറ്റുള്ള മതവിഭാഗങ്ങൾക്ക് ഓലെ വിശ്വാസം അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ അങ്ങനെയും പോകാം. അതിലൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങളൊക്കെ ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും പിന്നെ മറ്റു മതവിഭാഗങ്ങളെയും തമ്മിൽ തല്ലിച്ചുന്നൊരു പരിപാടിയല്ലേ. തൽക്കാലം അതൊന്നും കേരളത്തിലതൊന്നും വിലപ്പോവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ അധ്യക്ഷ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതിലേക്ക് ഇങ്ങോട്ട് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടേ പലതും പറയാനുള്ള പരിപാടിയാണെങ്കിലേ അതൊക്കെ കേരളം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് ഓർത്തു വെക്കുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം. ഓക്കെ, ശരി.